ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ധ്യാനൂസിനെ വീട്ടിൽ അമ്മാമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഇതുവഴിയാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ഒരാൾ കൊച്ചിയിൽ പോയിരിക്കുന്നത് എന്തോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഇതുവഴി നമ്മൾ നേരെ നടന്നുകൊണ്ട് മെയിൻ റോഡ് കാണാൻ പറ്റും, ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. അപ്പം ഇതുവഴി നടന്നേയും ഇത് നേരത്തെ ഇറങ്ങി നടന്ന് അതേ സ്ഥലത്തെത്തി. ഇത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് വന്നു കേട്ടോ. ഉച്ചയ്ക്ക് വന്നിട്ട് ധ്യാനൂസ് താഴെ അമ്മമ്മയുടെ അടുത്ത് നിൽക്കുകയല്ലേ, അപ്പം അവനെ വിളിക്കണം, ഒന്ന് ആറ്റിക്കിനോട്ടൊക്കെ പോകണം. അതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇറങ്ങി കൊട്ടം വെയിലത്ത് തിരിച്ച് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ആരോ എന്നെ അറിയാവുന്ന അപ്പൊ നമ്മളെ കളഞ്ഞിട്ട് കൊച്ചി പോകുമെങ്കിൽ നമ്മൾ ഗോകർണത്ത് പോകും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തത് ആറ്റിക്കരോട്ട് പോവാം, അവന് ഈ ഷാർജ വാങ്ങിക്കൊടുക്കാനൊക്കെ പറഞ്ഞ് വെച്ചേക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ ആറ്റിങ്ങ മോഡേണിൽ പോയിട്ട് എന്തോ ഒരു ഷേക്കും വാങ്ങിച്ച്, ഒരു പ്ലേറ്റ് ഷവർമ വാങ്ങിച്ചു. ഇതെല്ലാം ഓരോന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം ഞാനും എൻ്റെ കുട്ടിയാണ് പോയേക്കുന്നത്. ഫുൾ കഴിച്ച് കഴിയൂല, അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ ചേർന്ന് ഒന്നേ വാങ്ങിച്ചോളൂ. നമ്മൾ രണ്ടുപേർക്കും ഇത് തന്നെ ധാരാളം ഗൈസ്. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നു. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ആറ്റിങ്ങ പോയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്തു കേട്ടാ അല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ആറ്റിങ്ങ പോയത് ഗൈസ്, ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്. ഞാനൊരു കാര്യത്തിലാണ് പോയത്, എൻ്റെ കൂടെ വലിയ കരക വന്ന് എന്നെ മുടിപ്പിക്കാനായിട്ട് വന്ന്. അപ്പം രാവിലെ ഞാൻ ഓഫീസിൽ പോയത് ഒരു KMS, തിരിച്ചു വന്നത് നമ്മൾ രാവിലെ വരുന്നത് അതേ KMS. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയത് ഒരു KMS അല്ലേ ഞാനും, അത് വേറൊരു KMS. ഇനിയിപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ രാവിലെ പോകുന്നത് KMS 2 ബസ്സിൽ ഞാൻ വരാറുള്ളൂ. KMS ആണ് എൻ്റെ അങ്ങോട്ടുള്ള ബസ്, തിരിച്ചു വരുന്ന കളി. 2 ബസ് സ്റ്റോപ്പിൽ എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിർത്താറുള്ളൂ ഗൈസ്, നമ്മുടെ ഓഫീസിലൂടെ. അപ്പോൾ നമ്മൾ ആയിരിക്കും വന്നപ്പോൾ ആ ബസ് ഇവിടുത്തെ പൂട്ടിക്കൊണ്ട് പോകാത്ത അവസ്ഥ. ഇവന്മാരെ തുറന്നു വിട്ടിട്ട് ഞാൻ ഇത് വെച്ച് കെട്ടിയിട്ടാണ് പോയി. ഇവിടുത്തെ യജമാനം പൂട്ടും കൊണ്ടങ്ങ് പോയി, പൂട്ടില്ല താവിയും കൊണ്ട് പോയി. അമ്മമാർ കയറുന്നതാണ്. ഇങ്ങോട്ട് കണ്ടിട്ട് ഭ്രാന്ത് കാണായിരുന്നുള്ള സന്തോഷപ്രകടനം. സന്തോഷത്തില്ല ഊണി എന്താ നിനക്ക് ലിയോ തൊടാതെ അടി വാങ്ങിക്കും. നീ പതുക്കെ ഓട്ടിച്ചാന്ന്, പതുക്കെ ഓട്ടിച്ച് നിർത്തി. ഓ റോണി പിടിച്ചോടാ ലിയോ. അത് പടിയൊന്നുമില്ല. അതെ റോണി മതിയായേട്ടാ. റോണി എടുത്തു പിടിച്ചോടാ റോണി. ഞാൻ ചായ കുടിക്കുകയാണ് ഗൈസ്. ഞാനൊരു കൂട്ടസ് വാങ്ങിച്ചു ഗൈസ്, കടല. ഇത് ധ്യാനൂസിന് മുറുക്കിട്ട് കട്ടൻ ചായ. ഞാൻ മിച്ചർ തിന്നുന്നു ഗൈസ്. എൻ്റെ ചേട്ടനെ വിളിച്ചു നോക്കട്ടെ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നൊക്കെയാണ്, പോയാന്നറിയാൻ വയ്യ. വിളിച്ചു ആ മുതുക്ക അവിടെ നിന്ന് കളിക്കാൻ വലിയ അണ്ണന്മാരോടെ കളിക്കാൻ ഇല്ലേ. 2 അമ്മമാരെ ബാക്കിൽ നടക്കുകയാണ്. അവൻ മുമ്പേ ഇറങ്ങാൻ നിൽക്കുകയാണ്. പുറത്ത് കളിക്കാൻ പോയി, റേസിങ് കളിക്കാൻ പോയിരിക്കുന്നു. ഹലോ ഗായ്സ്, സ്വർണ്ണത്തിന് വില കൂടിയതുകൊണ്ട് ഞാൻ കുറച്ച് സ്വർണ്ണം എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ നാറ്റിക്ക് പോയത്. ഞാൻ ഗോൾഡിൽ പോയതാണ് ഗായ്സ്. ഞാനൊരു മൂക്കുത്തി വാങ്ങി ഗായ്സ്. ഫോക്കസ് ആയില്ല, കുത്തി വാങ്ങിച്ചു. ഒരു മോതിരം എന്തൊക്കെ പഴയത് കൊടുത്ത് വാങ്ങിയതാണ്. രാവിലെ പോയാൽ രാത്രി 9 വരെ ആയി തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ നമുക്ക് മന്തിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ക്ഷമിച്ചു. അതൊക്കെ തിന്നിട്ട് ഞാൻ ദിവസവും നമ്മളിവിടെ പോയി കിടന്നുറങ്ങി. അപ്പം രാത്രി നൈറ്റ് റൊട്ടീനായി തലമുടിയൊക്കെ ഞാൻ കെട്ടിയിട്ട് പോയി കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.